Okay, next we shall study about pulli. What is the meaning of pulli? Pulli means what? Pulli. Who knows the meaning of pulli? Pulli alla mane pulli. P-U-L-L-E-Y. Pulli. Pulli alla. Pulli. P-U-L-L-E-Y. Pulli means what? Who knows the meaning of pulli? Say. Pulli means what? So? Parnyo. Revise. Miss pulling the clear ആയില്ല. Revise net problem ഉണ്ടെന്ന് തോന്നുന്നു. Hanna, do you know the meaning of pulli? Don't know. Lashmi, Edwin. Edwin അവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന പോലെ ഞാൻ കണ്ടു. Next, Rihan അറിയത്തില്ല. Grace, do you know? Revise, I didn't hear what you said. I think you are facing net problem. And Adul, what about you? Adul, can you hear? Adul also is facing net problem, I think. Pulli means kappi. നമ്മളെ കിണറിന്റെ ഒക്കെ പിന്നെ വെള്ളം വലിക്കുന്ന സാധനല്ലേ നിങ്ങളുടെ വീട്ടിൽ കിണറ്റിലെ തൊട്ടിങ്ങോട്ട് കോരി എടുക്കുന്ന സംവിധാനം ഉണ്ടോ? Or just sitting on the motor? That's all. Okay. Okay. Have you seen that? കണ്ടിട്ടുണ്ടോ ഇത്? പുള്ളി എന്ന് പറയുന്നത്. See this here picture is there. Yes. Yes. Okay. So, do you know how it will help us, sir? Have you ever drawn water from the well? Okay. നമ്മൾ ഇങ്ങനെ വെള്ളം കോരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും കിണറ്റിൽ നിന്ന് വെള്ളം കോരി എടുത്തിട്ടുള്ളവരൊന്ന് Revise, please mute yourself. Don't unmute and keep. Please mute and keep because some sound is coming. Okay. Have you ever drawn water from the well? Okay, 1, 2. 2 members have been. What about the others? Adul and all, have you drawn the water from the well? കിണറ്റിൽ നിന്ന് വെള്ളം തൊട്ടിയിൽ കോരി എടുത്തിട്ടുണ്ടോ? ഓക്കെ, ഗ്രേസ് ഉണ്ട്. ശരി, ഞാൻ കോരി. ഓക്കെ, ഗുഡ്. Rashmipriya, you too. What about you, Adula? Okay. How you will draw the water like this with using the pulli only, no? Yes. And have you drawn the water otherwise just lifting without pulli? പുള്ളി ഇല്ലാതെ, അതായത് കപ്പി എന്ന് പറയുന്ന കപ്പി തന്നെ ഞങ്ങൾ പറയുന്ന കപ്പി എന്നാണ്. നിങ്ങൾ എന്താ പറയുന്നത് എനിക്കറിയില്ല നിങ്ങളുടെ ഭാഷയില്. ലക്ഷ്മിപ്രിയ, ഈ പുള്ളിക്ക് എന്താ നിങ്ങളുടെ ഭാഷയിൽ പറയുന്നത് അറിയാവോ? Just ask your mummy if she's there. Is there? See, okay, please ask her. പുള്ളി മീൻസ് നിങ്ങളുടെ ഭാഷയിൽ എന്താ പറയുന്നത്? പുള്ളി ഞങ്ങൾ വെള്ളം കോരുന്ന സ്ഥലത്ത് കപ്പി എന്നാ പറയുന്നത്. കപ്പി തന്നെയാണ് പറയുന്നത്. ആണോ? ഓക്കെ. നിങ്ങൾക്ക് സംഭവം പിടികിട്ടില്ല എന്താണെന്ന്? കപ്പി പുള്ളി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, 1 second. പാട്ട് പാടുന്നു. ഓക്കെ,
നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. പുള്ളി എന്ന് പറഞ്ഞാല് നമ്മള് വെള്ളം വലിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കപ്പിയാണ്. ഓക്കെ, നിങ്ങൾ എല്ലാരും കപ്പിയും തന്നെ പറയുന്നതെന്ന് പറഞ്ഞു. ശരി, നമ്മള് ദ യൂസ് ഓഫ് പുള്ളി ഈസ് it will help us to reduce the weight. It will help to reduce the weight of the thing that we are drawing. അതായത് നമ്മൾ വലിച്ചു കോരിയെടുക്കുന്ന വസ്തുവിന്റെ ഭാരം നമുക്ക് കുറച്ച് തരും. ഈ പുള്ളിയിലൂടെ വലിക്കുമ്പോൾ നമുക്ക് ഈസിയാകും കുറച്ചും കൂടെ. നിങ്ങൾ കിണറൊക്കെ കുഴിക്കുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടാകും. നമ്മൾ സാധാരണ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നിടത്താണ് പോകുന്നത് ഈ കപ്പി ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, if you are just digging the well, if you go there, you might have seen the workers. They have to remove the mud and stone pieces from the well as they are digging. So it is heavy. Usually they are carrying in baskets, big baskets, and it will be heavy. But if when they are using these pulleys, it will be very light. എന്ന് പറഞ്ഞാല് നമുക്ക് ഭാരം കുറച്ച് കിട്ടും ഈ പുള്ളി ഉപയോഗിച്ച് നമ്മൾ വലിക്കുമ്പോൾ. വെള്ളം കോരുമ്പോഴാണെങ്കിൽ തന്നെ നമ്മൾ ഇങ്ങനെ വലിച്ച് ഈ പുള്ളിയിലൂടെ വലിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ഭാരമായിരിക്കില്ല നമ്മളല്ലാതെ താഴെ ഇങ്ങനെ പൊക്കി എടുക്കുമ്പോൾ. അപ്പൊ ഒരു ബക്കറ്റ് വെള്ളം നമ്മൾ തൊട്ടിയിൽ വലിച്ചെടുക്കുമ്പോൾ നമുക്ക് അത്ര വെയിറ്റ് തോന്നത്തില്ല. പക്ഷെ അതേ വെള്ളം നമ്മള് പൊക്കി ഇങ്ങനെ എടുക്കുന്ന പൊക്കി കയറുകൊണ്ട് പൊക്കി എടുക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ ഹെവി ആയിട്ട് തോന്നും, ഭാരം കൂടുതൽ തോന്നും. ഈ കിണറൊക്കെ കുഴിക്കുന്ന ഭാഗത്ത് നിങ്ങൾ പോട്ടിനെ കണ്ടിട്ടുണ്ടാവും. ചേട്ടന്മാര് വലിക്കുന്നവര് മണ്ണൊക്കെ വലിച്ചു കയറ്റുന്നത് കൊട്ടയ്ക്കകത്തിട്ട്. അപ്പൊ അവരിങ്ങനെ ഈ കപ്പി ഉപയോഗിച്ചിട്ടാണ് വലിച്ചു കയറ്റുന്നത്. കാരണം അത് ഹെവിയാണ്, ഭാരമുണ്ട്. അപ്പൊ നമ്മൾ പുള്ളി ഉപയോഗിക്കുമ്പോൾ വെയിറ്റ് കുറയ്ക്കും. The pulley is a small wheel with a groove around its outer edge. A rope is passed over this groove. Ropes are chains pulled across. A pulley helps to lift loads by changing the direction of the force applied. There are two types of pulleys. ഇനി നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നതിന് മാത്രമല്ല നമ്മൾ പുള്ളീസ് ഉപയോഗിക്കുന്നത്. വേറെ സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടോ? ചില മെഷീൻസിന്റെ ഒക്കെ അടിയിൽ കണ്ടിട്ടുണ്ടാവും. Have you gone to flour mills? ഫ്ലോർ മിൽ എന്ന് പറയുന്ന എന്താ പറഞ്ഞാൽ നമ്മുടെ പൊടിക്കുകയൊക്കെ ചെയ്യുന്ന അരിയും ഒക്കെ പൊടിക്കുന്ന മില്ലിൽ പോയിട്ടുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും? അരി, മുളക്, മല്ലി ഇങ്ങനെയൊക്കെ പൊടിക്കുന്ന മില്ലില്, കൊപ്രയൊക്കെ ആട്ടുന്നില്ല ഈ മില്ലിൽ പോയിട്ടുള്ളവർ ആരൊക്കെ ഉണ്ട്? ഒന്ന് പൊക്കിക്കേ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലേ? മിടുക്കരാണല്ലോ. എന്താ പിന്നെ നിങ്ങള് ഇതൊക്കെ ചെയ്ത് പഠിക്കണം. അച്ഛനും അമ്മയൊക്കെ കടയിലൊക്കെ പോകുമ്പോ നിങ്ങൾക്ക് ഇടയ്ക്ക് പോകണം കേട്ടാ. ഇപ്പം കൊറോണ ആയതുകൊണ്ട് കൊണ്ടാകാത്തായിരിക്കും. അല്ലെങ്കിൽ നിങ്ങള് നമുക്ക് പരിസരമായിട്ടൊരു ബന്ധം വേണം. ചുമ്മാ വീട്ടിൽ ഇരിക്കുക, സ്കൂളിൽ പോകുക, അത് മാത്രം പോരാ. You should go around to your places. You have to go to shops to buy things, purchase vegetables and other things and all. Okay, you have to practice it. You are already now 10 years old, isn't it? Okay. Again, next time when your father or mother goes to the flour mill, you also should go with them. പോകാത്തവര് ഇനി അച്ഛനും അമ്മയൊക്കെ കടയിലൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ മില്ലിലൊക്കെ പോകുമ്പോ നിങ്ങൾ അവിടെ പോകണം. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, മനസ്സിലായോ? ഒരു ഫ്ലോർ മില്ലിൽ പോയ അവിടുത്തെ പ്രൊസീജിയർ അവിടുത്തെ പ്രോസസ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് പൊടിഞ്ഞു കിട്ടുന്നത്, എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ നോക്കി കണ്ട് മനസ്സിലാക്കണം നിങ്ങൾ. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങളുടെ വീടിനടുത്ത് there are banks. ബാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ one day you go with your father to the bank and see what all the functions are going on there. How many people are working there? What are each bank employees doing there, like that. So you should find out. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമല്ല. നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊരു അവയർനെസ് ഉണ്ടാണ്. ബാങ്കിൽ പോയി ഇന്ന ആവശ്യത്തിനാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഉള്ളിൽ കയറി പോകും. നമുക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യണോ, അതർവൈസ് വിഡ്രോ ദ മണി ഓർ വി ഹാവ് ടു ചെക്ക് ദ മണി ഓർ അങ്ങനെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ വി ഹാവ് ടു ട്രാൻസ്ഫർ ദ മണി. അപ്പൊ അതിനൊക്കെ വേണ്ട പ്രൊസീജിയർ എന്താണ്? ചുമ്മാ അങ്ങനെ പൈസയും കെട്ടൊന്നുമില്ല. അപ്പൊ നമ്മുടെ അക്കൗണ്ട് നമ്പർ കൊണ്ട് അങ്ങനെ ഓരോ പ്രൊസീജിയർ ഉണ്ട്. ഇഫ് യു ഹാവ് എ ഹോസ്പിറ്റൽ നിയർ ഹോസ്പിറ്റലിൽ പോകണമെന്നില്ല കേട്ടോ. കാരണം അല്ല, നിങ്ങൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമല്ലേ ഹോസ്പിറ്റൽ. നമുക്ക് ഇനി പ്രത്യേകിച്ച് അത് കാണാൻ വേണ്ടി പോകണമെന്നൊന്നുമില്ല. ശരി, നെക്സ്റ്റ് ബാങ്ക്സ്. പിന്നെ എന്താ പറയണ്ടേ? ഇഫ് ദർ ആർ മിൽക്ക് സൊസൈറ്റീസ് മിൽമ അതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഫംഗ്ഷൻ അവിടെ എന്തൊക്കെയാ നിങ്ങളുടെ സൊസൈറ്റി വീടിനടുത്തുള്ള മിൽമയൊക്കെ ഇച്ചിരി പാലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ല തരത്തിലുള്ള ഫംഗ്ഷനിങ് ഉള്ള മിൽമയൊക്കെ ആണെങ്കിൽ അവിടെ പോയിട്ട് ആ പാലൊക്കെ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അതിന് ജനറേറ്റർ എന്തൊക്കെയാണ്, ടാങ്കർ എന്തൊക്കെയാണ്, ഇതെല്ലാം നിങ്ങൾക്ക് നോക്കി എങ്ങനെയാണ് ഫംഗ്ഷൻ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് പിന്നെന്താ, വേറെ കോമൺ ആയിട്ടുള്ള പൊതുസ്ഥാപനങ്ങളൊക്കെ പോസ്റ്റ് ഓഫീസ് ഉണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നോക്കുക. അവിടെ എങ്ങനെയാണ് നമ്മൾ ലെറ്റർ ഒക്കെ അയക്കുന്നത്, എങ്ങനെയാണ് അവിടെ പോസ്റ്റിംഗ് സിസ്റ്റം എങ്ങനെയൊക്കെയാണെന്ന് നോക്കുക. പിന്നെന്താ,
Edwin, unmute and say. കടയില്. ഷോപ്പിൽ പോകുക. വലിയ ഷോപ്പുകളുണ്ട്, സ്മോൾ വൺസ് ഉണ്ട്. You go to shop and find out how many rupees for 1 kg of potato, how many rupees for 1 kg of tomato, how much we have to pay for 1 liter of oil. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ അവെയർ ആയിരിക്കണം. അല്ലാതെ പപ്പ വാങ്ങിച്ചുകൊണ്ട് വരുന്നു, മമ്മി ഉണ്ടാക്കുന്നു, ഞാൻ കഴിക്കുന്നു, അതിനപ്പുറത്തോട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നുള്ള മട്ടിൽ ആവരുത് നിങ്ങൾ. ഓക്കെ? നമ്മുടെ ചുറ്റോട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. യു ആർ ഓൾറെഡി 10 years old, നോട്ട് 2 years or 3 years. 3 yearsലുള്ള പിള്ളേർക്കൊന്നും അറിയില്ല എന്ന് വിചാരിക്കും, പക്ഷെ ഓൾറെഡി 10 years old. അപ്പം നമ്മളങ്ങനെ പോയി പഠിച്ചാൽ മാത്രമേ ഒരു തവണ നമ്മുടെ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത്, സപ്പോസ് ഇഫ് യു ഹാവ് ടു ഗോ ടു ഷോപ്പ്, യു മേ ബി നോയിങ് what I have to do in the shop, what I have to tell to the shopkeeper, like that way. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണം കേട്ടാ. പിന്നെ നിങ്ങളുടെ വീടിനടുത്ത് മറ്റ് വേറെ എന്തെങ്കിലും പൊതുസ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ യു ഹാവ് ടു ഗോ വിത്ത് യുവർ പേരൻസ്, എൽഡേഴ്സിന്റെ കൂട്ടി പോയിട്ട് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി വെക്കാം. പ്രത്യേകിച്ച് ബാങ്ക്സ്, പോസ്റ്റ് ഓഫീസ് അതുപോലെ. ഓക്കെ. അപ്പം ഈ പുള്ളീസ് ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാല്, നമ്മളിപ്പോ ഈ മില്ലിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ മെഷീൻസ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരു റൗണ്ട് ഷേപ്പിൽ 2 ചക്രങ്ങൾ കാണും. എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് കൂടി ഒരു വള്ളി പോലത്തെ സാധനം ഇട്ടിട്ടുണ്ടാകും. ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കണ്ടിട്ടുണ്ടോ അങ്ങനെ മില്ലിൽ പോയിട്ടുള്ള ആൾക്കാര്? ഹന്നമോ? ആര്? ഹാന? ഓക്കെ ഓക്കെ, ഞാൻ നോക്കട്ടെ. One second. അതാരാ പാട്ട് പാടുന്നയാള്? ജോസിയാണോ? ജോസി എത്ര സമയമായി ജോസി ഇങ്ങനെ അഡ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കും? ജോസിക്ക് കയറാൻ പറ്റുന്നില്ല. അതാണ് കുറേ സമയം അന്നേരം മുതലേ ജോസിനെ കേട്ടില്ല, പക്ഷെ ജോസി ഇതിന് നെറ്റ് പ്രോബ്ലം ആണ്. കുറച്ച് സീറ്റ് മാറിയിരിക്കാൻ പറ, അങ്ങോട്ടെങ്ങനെ മാറി. ഓക്കെ, അത് കിട്ടുന്നില്ല, അത് പോയി. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചതൊന്നും കിട്ടുന്നില്ല. ഓക്കെ, ഇവിടെ നിലവിൽ ഇപ്പോൾ ഒരെണ്ണം ഞാൻ തൽക്കാലം എടുത്ത് നോക്കട്ടെ. അതാരാണാവോ? Please mute and keep yourself. 2 years ago, I was sitting in a corporate office and wondering, is this it? Is this what I've actually born to do? Just work in a job? नमस्कार, IID आपके लिए लेकर आया है एक नई आइडियाज और इंडस्ट्रीज के बारे में जानने के लिए हमारे चैनल को सब्सक्राइब करिए और रेगुलर नोटिफिकेशन के लिए बेल आइकन प्रेस करना ना भूलें।
क्या आपके पास आटा चक्की है? क्या आप आटा चक्की के मेंटेनेंस से परेशान हैं? तो ये वीडियो आपके लिए है। पत्थर वाली आटा चक्की को मेंटेनेंस के दौर पे पत्थर को चक्की में से निकाल के पत्थर को ग्रू और टकाई करना पड़ता है। यह मेंटेनेंस हफ्ते में एक बार तो करना ही पड़ता है। इससे आप बिना वाइब्रेशन के ये मशीन चला सकते हो। साथ साथ में हॉपर में 2 पार्ट रहते हैं। कोई लोहे की चीज़ जो चेंबर में जाके चेंबर को खराब करे, उसके लिए एक मैग्नेट दिया गया है। जैसे वीडियो में दिखाया है वैसे एंटी माउंटेड पेड आते हैं, साथ में वाइब्रेशन लेस होता है इससे। और एक बात, पत्थर वाली चक्की होती है उसमें पत्थर की घिसाई करनी पड़ती है, जो उसका जो मेंटेनेंस होता है वो करना पड़ता है। साथ साथ में वो पत्थर को भी पीस के आटे के साथ मिला देता है, जिससे क्या होता है ज़्यादातर केस में पथरी की प्रॉब्लम हो सकती है। ये मशीन का इस्तेमाल करने से आप पथरी के जो दर्द है उसकी जो बीमारी से है ഓക്കെ, അതെങ്ങനെ ഫംഗ്ഷൻ ചെയ്ത് കാണിക്കാൻ വേണ്ടിയായിരുന്നു, പക്ഷെ അത് സംഭവം കിട്ടുന്നില്ല. അതിനുള്ളൊരു വീഡിയോ, കറക്റ്റായിട്ടുള്ളൊരു വീഡിയോ ഇതിനകത്ത് വരുന്നില്ല. നെക്സ്റ്റ്, okay, anyway, there are 2 types of pulleys. First one is fixed pulley. The pulley used for drawing water from a well is fixed pulley. Means we are always keeping there. It rotates around a rod fitted to the support. ഞാനൊരു പുള്ളിയുടെ നോക്കട്ടെ. No. പുള്ളി ഇതാ പുള്ളിയുടെ ചിത്രം കണ്ടോ? Rehan, please keep your mobile down. In which phone are you attending the class? If you are attending the class, keep that another phone aside and attend the class properly. Okay? ശരി, അപ്പൊ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ കിണറ്റിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന തരം പുള്ളി, അത് ഫിക്സ് ചെയ്തിരിക്കുന്ന പുള്ളിയാണ്. അതിന്റെ റോട്ടേറ്റ്സ് അറൗണ്ട് റോഡ് ഫിറ്റ് ടു സപ്പോർട്ട്. അതിന് നടുക്കൊരു സാധനം ഉണ്ട്, അതിലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും നമ്മൾ വെള്ളം വലിച്ചിങ്ങനെ എടുക്കുന്നതിനനുസരിച്ച്. നിങ്ങളുടെ വീട്ടില് കപ്പി ഉപയോഗിച്ച് വെള്ളം കോരി എടുക്കുന്നവർക്കറിയാം. And a rope is passed over the pulley and the load bucket is attached to the one end of it. നമുക്കത് ആ ചിത്രത്തിൽ നോക്കിയാൽ തന്നെ അറിയാം. ആ പുള്ളി എന്ന് പറയുന്നത് നടുക്കൊരു ഇതുണ്ട്, കയറിടാനുള്ള ഒരു ചെറിയ ഒരു ഹോൾ പോലെ ഒരു സാധനം ഉണ്ട്. എന്നിട്ട് നമ്മൾ കയർ അതിനകത്തൂടെ ഇടും. എന്നിട്ട് ആ കയറിന്റെ അറ്റത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബക്കറ്റോ അല്ലെങ്കിൽ വെള്ളം കോരി എടുക്കാനുള്ള സാധനം എന്താ പാത്രം എന്താണെന്ന് വെച്ചാൽ ഫിക്സ് ചെയ്യും. In order to pull the load up, we apply force or effort downwards. എന്നിട്ട് നമ്മൾ ഇതിനെ വലിച്ചിങ്ങനെ കയറ്റിയെടുക്കാൻ വേണ്ടിയല്ല ഉപയോഗിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ താഴോട്ട് ഫോഴ്സ് ഉപയോഗിക്കും, ബലം പ്രയോഗിക്കും. And a fixed pulley makes the work easier by changing the direction of the force. So ഇതുപോലെ ആ പുള്ളി അതിന്റെ നടുക്ക് ഈ സാധനത്തിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഇങ്ങനെ തന്നെ കറിയിക്കുള്ള നടുക്കത്തെ സാധനം കറങ്ങുന്നില്ല അല്ലെ? Okay. Then what happens? The fixed pulley will makes our work very easy compared to lifting that thing. Similar but a much smaller pulley is used on a flagpole to hoist a flag. You might have seen during Independence Day and all flag hosting. Have you seen that? And in flag post you might have seen such small pulleys. ചെറിയ പുള്ളി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ചിലയിടത്ത് അങ്ങനെയില്ല, ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ചെറിയ പുള്ളി, അതായത് ഈ പറയുന്ന കപ്പി ഉണ്ടാവും. നമ്മുടെ കിണറ്റിൽ വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന തരം വലുതല്ല, അതിനേക്കാൾ താഴ്ന്നത്, സ്മോൾ വണ്ണം.
സോ നമുക്ക് ഇങ്ങനെ വലിച്ച് ആ കയറിലൂടെ വലിച്ച് നമ്മുടെ ഫ്ലാഗ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഫ്ലാഗ് പോസ്റ്റിങ്ങിന്റെ സമയത്ത് ഈ പോസ്റ്റിൽ ഇതാക്കിയിട്ട്. ഓക്കെ. നെക്സ്റ്റ് മൊബൈൽ പുള്ളി. നെക്സ്റ്റ് വൺ ഇസ് movable pulley. A movable pulley is used to lift loads. It helps reduce the effort because the weight is supported by two sections of the rope. Next one, mobile pulley എന്ന് പറയുന്നത്. Mobile pulley is used to lift loads. നമ്മുടെ ലോഡ് മറ്റേ കല്ല് മണ്ണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ എഫോർട്ട് ബിക്കോസ് ദ വെയിറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ ടു സെക്ഷൻസ് ഓഫ് ദ റോപ്പ്. റോപ്പിന്റെ രണ്ട് സൈഡിലും. അവസാനം ജോസി കയറിയാ? തലേങ്കുത്തിയാണല്ലോ. ക്യാമറയൊക്കെ തിരിച്ചു പിടിച്ച് തലേങ്കുത്തിരിക്കുവാണ്. ക്ലാസ് തീരാറായി. പിന്നെ 6 മിനിറ്റ് ബാക്കിയുണ്ട്. ഇത്ര സമയം എന്തായിരുന്നു നിനക്ക്? നേരത്തെ ഇങ്ങോട്ട് നോക്കിട്ട് കിട്ടുന്നില്ലായിരുന്നു. ഇപ്പൊ അവസാനം കിട്ടി. നാളെ മുതല് ഇപ്പൊ കിട്ടിയ സ്ഥലത്ത് വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യും കേട്ടോ. ശരി, എന്നും കിട്ടുന്നതാണല്ലോ. ഇന്നെ പറ്റിയും. ഓക്കെ. ബിക്കോസ് ദ വെയിറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ ടു സെക്ഷൻസ് ഓഫ് ദ റോപ്പ്. ഇനി നമ്മൾ ഈ സാധനങ്ങൾ ഇങ്ങനെ വലിച്ചു പൊക്കാൻ വേണ്ടി എടുക്കുന്നതിൽ റോപ്പിന്റെ രണ്ട് സെക്ഷനിൽ നിന്നും ബോത്ത് സൈഡ്സിൽ ഉപയോഗിച്ച് നമുക്ക് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. എ ഫിക്സ്ഡ് പുള്ളി ക്യാൻ ഓൺലി ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ്. നമ്മൾ പറഞ്ഞ പോലെ കപ്പി, കിണറിന്റെ ഒക്കെ കപ്പി പോലെ ഫിക്സ്ഡ് പുള്ളി ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ്. നമ്മൾ ഫോഴ്സിന് ചേഞ്ച് ചെയ്യാൻ മാത്രം, ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ക്യാൻ ചേഞ്ച് ഉള്ളി. ബട്ട് ഇറ്റ് കനോട്ട് ഇൻക്രീസ് ദ ഫോഴ്സ്. പക്ഷെ നമുക്ക് നമ്മുടെ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തില്ല. In order to increase the force, we have to use the combination of pulleys together. അപ്പോൾ നമ്മള് in order to increase the force increase ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോമ്പിനേഷൻ ഓഫ് പുള്ളീസ് ടുഗദർ ഒന്നിച്ച് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിന്റെ സമയമായി. അതുകൊണ്ട് നമ്മൾ ലേറ്റ് ആയിട്ട് കയറിയതുകൊണ്ടാണ് കേട്ടോ. എന്നാലും നമുക്ക് മറ്റേ ക്ലാസ് തുടങ്ങും. അടുത്ത ക്ലാസ് 7th സ്റ്റാൻഡേർഡിൽ. Okay, bye. Those who came late, please attend the YouTube class. Josie, attend the YouTube class later. Okay, bye.